പ്രവാചകൻ തന്റെ സഹാബത്തിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് ഒരു ദാനധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞ് ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. ആദ്യം കണ്ട വ്യക്തിക്ക് തന്നെ അയാൾ ദാനം നൽകി. പക്ഷെ അതൊരു കള്ളനായിരുന്നു. കള്ളന് ദാനം ചെയ്ത ആളെന്ന് പറഞ്ഞിട്ട് ആളുകൾ അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. അടുത്ത ദിവസം അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവേ നിനക്ക് സ്തുതി, ഇന്നും ഞാനൊരു ദാനധർമ്മം ചെയ്യും. ആദ്യം കണ്ടത് ഒരു സ്ത്രീയെയാണ്, അവർക്ക് തന്നെ അത് നൽകി. പക്ഷേ അവരൊരു വ്യഭിചാരിയായിരുന്നു. വ്യഭിചാരിക്ക് ദാനം ചെയ്തയാളെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസവും ആളുകൾ അദ്ദേഹത്തെ കളിയാക്കി. മൂന്നാമത്തെ ദിവസവും അദ്ദേഹം ദാനം ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് ദാനവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ആദ്യം കണ്ട ആൾക്ക് തന്നെ അത് നൽകി. പക്ഷേ അദ്ദേഹം ഒരു സമ്പന്നനായിരുന്നു. സമ്പന്നന് ദാനം ചെയ്ത ആളെന്ന് പറഞ്ഞിട്ട് പതിവ് പോലെ അന്നും ആളുകൾ അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കുന്നു. അദ്ദേഹം പറയുന്നു, അല്ലാഹുവേ നിനക്ക് സ്തുതി, കള്ളനും വ്യഭിചാരിക്കും സമ്പന്നനും ദാനം ചെയ്യാൻ കഴിഞ്ഞത് നിനക്ക് നന്ദി. പ്രവാചകൻ ആ കഥയുടെ അവസാനത്തിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, താങ്കൾ കള്ളന് ദാനം ചെയ്തതുവഴി അദ്ദേഹം തന്റെ കളവിൽ നിന്നും വിരമിച്ചിട്ടുണ്ട്. വ്യഭിചാരി വ്യഭിചാരത്തിൽ നിന്നും, സമ്പന്നനാകട്ടെ തങ്ങളുടെ ദാനത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പത്ത് ദാനം ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. നന്മകളൊന്നും വെറുതെയാകുന്നില്ല. ചില സമയത്ത് നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയോ സ്റ്റോറിയോ റീലോ ഒക്കെ ആയിരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം നൽകുന്നത്. ഈ കഥയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആരില്ലെങ്കിലും ഒരു മാറ്റം സംഭവിക്കും.